ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി പരോക്ഷമായി ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. ഇതിൽ നിന്ന് താൽക്കാലികമായി രക്ഷ നേടാൻ വിദേശയാത്രകൾ ഒഴിവാക്കണം, സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണം, പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നിന്ന് EVയിലേക്കും പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലേക്കും യാത്രകൾ മാറ്റാനും തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ പര്യാപ്തമാണോ? അതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ ടോക്ക്. വിദേശയാത്രകൾ നമ്മൾ പരിമിതപ്പെടുത്തുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ടൂറിസം, വ്യോമയാനം, ഹോട്ടൽ വ്യവസായം തുടങ്ങിയ ഒരുപാട് മേഖലകൾ ഇതിലൂടെ പ്രതിസന്ധിയിലാവുമെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 10,000-കണക്കിന് ആളുകളാണ് ഈ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നത്. അവരുടെ തൊഴിൽ നഷ്ടം നമ്മൾ എങ്ങനെ പരിഹരിക്കും? എല്ലാവരും സ്വർണം വാങ്ങുന്നത് ആഭരണമായി ഉപയോഗിക്കാൻ മാത്രമല്ല, അതൊരു സുരക്ഷിത നിക്ഷേപം കൂടിയായിട്ടാണ്. സ്വർണ്ണ വ്യാപാര വ്യവസായ രംഗത്ത് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. ഈ വ്യാപാര മേഖല തകർച്ചയിലേക്ക് പോകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വലിയ വലിയ തൊഴിൽ നഷ്ടങ്ങൾ നമുക്ക് എങ്ങനെ നികത്താൻ സാധിക്കും? ഇപ്പോൾ തന്നെ സ്വർണത്തിൻ്റെ ഇമ്പോർട്ടിംഗ് ടാക്സ് കൂട്ടുകയാണ് എന്ന് വാർത്തകൾ വന്നു കഴിഞ്ഞു. മറ്റൊന്ന് വാഹന മേഖലയാണ്. വാഹനയാത്രകൾ പരിമിതപ്പെടുത്തുന്നതിലൂടെ ഇന്ധന ഉപഭോഗം കുറയ്ക്കാമെങ്കിലും വാഹന വിൽപ്പന മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അതിൻ്റെ മെയിൻ്റനൻസ് സർവീസ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങി ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്കുണ്ടാകുന്ന തൊഴിൽ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും? പാചക ഗ്യാസ് ലഭ്യതയുടെ കുറവ് മറ്റൊരു വലിയ പ്രശ്നമാണ്. വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന് കുത്തനെ വില കൂടിയത് ഹോട്ടൽ, മറ്റ് ഭക്ഷ്യ സ്വയം തൊഴിൽ മേഖലകൾ പ്രതിസന്ധിയിലേക്കായി. അവർക്കിപ്പോൾ തന്നെ ഭക്ഷ്യവസ്തുക്കളുടെ വില കൂട്ടേണ്ടി വന്നത് കാരണം സാധാരണ ഉപഭോക്താക്കളുടെ വരവ് പരിമിതമായി. നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. അതിലേറെ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഫെർട്ടിലൈസറാണ്. ക്രൂഡ് ഓയിൽ പ്രോഡക്റ്റായ രാസവളങ്ങളുടെ ലഭ്യത ലോകത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. രാസവളങ്ങളില്ലെങ്കിൽ ഭാവിയിലെ നമ്മുടെ ഭക്ഷ്യോൽപാദനത്തെ അത് സാരമായി ബാധിക്കും. ആസന്നമായ ഈ പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ തരണം ചെയ്യും? ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. സമീപകാലത്ത് തന്നെ ലോകത്ത് വലിയ സാമ്പത്തിക മാന്ദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ നമ്മൾ നേരിട്ടത് എങ്ങനെയായിരുന്നു? 2008 ലോകത്തെ പിടിച്ചുലച്ച ഒരു ആഗോള സാമ്പത്തിക പ്രതിസന്ധി, ഒരു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ലോകരാജ്യങ്ങൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞപ്പോഴും ഇന്ത്യ പിടിച്ചു നിന്നതിന് പിന്നിൽ പ്രധാനമായും ചില കാരണങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിലെ ബാങ്കുകൾക്ക് മേൽ റിസർവ് ബാങ്കിന് ശക്തമായ നിയന്ത്രണമുണ്ടായിരുന്നു. അമേരിക്കയിലെ ബാങ്കുകൾ ചെയ്തതുപോലെ ഉയർന്ന റിസ്ക്കുള്ള വായ്പകൾ നൽകാൻ ഇന്ത്യൻ ബാങ്കുകൾക്ക് അനുവാദമില്ലായിരുന്നു. ബാങ്കുകളുടെ കൈവശം എപ്പോഴും നിശ്ചിത ശതമാനം പണം കരുതൽ ശേഖരമായി സൂക്ഷിക്കണമെന്ന നിബന്ധന അന്ന് ഇന്ത്യയെ രക്ഷിച്ചു. 2, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വം തന്നെയാണ്. പ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ പ്രധാനമന്ത്രിയും അന്നത്തെ ധനമന്ത്രി പി ചിദംബരവും ആസൂത്രണ കമ്മീഷൻ അംഗങ്ങളും ചേർന്നെടുത്ത തീരുമാനങ്ങൾ നിർണായകമായിരുന്നു. സാമ്പത്തിക രംഗത്ത് പണമൊഴുക്ക് വർദ്ധിപ്പിക്കാൻ അവർ നടപ്പിലാക്കിയ പാക്കേജുകൾ വലിയ ഗുണം ചെയ്തു. ആഭ്യന്തര വിപണിയിലെ കരുത്തായിരുന്നു മറ്റൊരാശ്വാസം. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചല്ല നിൽക്കുന്നത്. നമ്മുടെ ജനസംഖ്യയും അവർക്കിടയിലുള്ള ആവശ്യകതയും കാരണം ആഭ്യന്തര വിപണി വളരെ സജീവമായിരുന്നു. കൂടാതെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുക സുരക്ഷിതമാണെന്ന ഒരു വിശ്വാസവും അന്ന് ജനങ്ങൾക്കിടയിൽ വളരെ കൂടുതലുണ്ടായിരുന്നു. പൊതുമേഖലാ ബാങ്കുകളുടെ സാന്നിധ്യമാണ് മറ്റൊന്ന്. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുടെ ഭൂരിഭാഗവും സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളായിരുന്നു. ഇത് സ്വകാര്യ ബാങ്കുകൾ തകരുന്നത് പോലെയുള്ള സാഹചര്യം ഒഴിവാക്കാനും ജനങ്ങളുടെ നിക്ഷേപത്തിന് ഗ്യാരണ്ടി നൽകാനും സഹായിച്ചു. ചുരുക്കത്തിൽ റിസർവ് ബാങ്കിന്റെ ദീർഘവീക്ഷണവും മൻമോഹൻ സിംഗ് സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളും ഇന്ത്യയെ ആ വലിയ ആപത്തിൽ നിന്നും കരകയറ്റി എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും നമ്മുടെ IT കമ്പനികൾ അമേരിക്കൻ കമ്പനികളെ ആശ്രയിച്ച് നിലനിന്നിരുന്നതിനാൽ ആ മേഖലയിൽ ചെറിയ തോതിൽ ശമ്പളം വെട്ടിക്കുറക്കലും നിയമനങ്ങളിൽ കുറവും അന്ന് സംഭവിച്ചിരുന്നു. ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള താല്പര്യം അന്ന് ഗുണകരമാവുകയാണ് ചെയ്തത്. സാമ്പത്തിക മാന്ദ്യ സമയത്ത് കറൻസിയുടെ മൂല്യം ഇടിഞ്ഞപ്പോൾ സ്വർണത്തിന്റെ വില വർദ്ധിച്ചത് ഇന്ത്യയുടെ ആസ്തി മൂല്യം കുറയാതെ നിലനിർത്താൻ സഹായിച്ചു. മറ്റൊരു സുപ്രധാന കാര്യം തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു.
ആ സമയത്ത് ഗ്രാമീണ മേഖലയിൽ നടപ്പാക്കിയിരുന്ന തൊഴിലുറപ്പ് പദ്ധതി സാധാരണക്കാരുടെ കയ്യിൽ പണമെത്താൻ ഏറെ സഹായിച്ചു. ഇത് വിപണിയിലെ മാന്ദ്യം കുറയ്ക്കാൻ ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. അന്ന് അമേരിക്കയിലെ ലേമാൻ ബ്രദേഴ്സ് എന്ന വമ്പൻ ബാങ്ക് തകർന്നതാണ് ലോകത്തെ ഞെട്ടിച്ചത്. എന്നാൽ ഇന്ത്യയിലെ ICICI ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളെ കുറിച്ചുള്ള അന്ന് ചില അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും റിസർവ് ബാങ്ക് ഇടപെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുകയായിരുന്നു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $140 ഉയർന്ന 2008 കാലഘട്ടത്തിലും ഇന്ത്യ ഇന്നത്തെ പോലെ ഒരു കറൻസി തകർച്ച നേരിടാതിരുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. അന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയ്ക്ക് വില കൂടുതലായിരുന്നെങ്കിലും രൂപയുടെ മൂല്യം ഇന്നത്തെ അപേക്ഷിച്ച് വളരെ ശക്തമായിരുന്നു. 2008 ക്രൂഡ് ഓയിൽ വില അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കായ $147 എത്തിയപ്പോൾ ഒരു ഡോളറിന് ഏകദേശം 40 മുതൽ 48 രൂപ വരെ മാത്രമായിരുന്നു വില. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുതലായിരുന്നെങ്കിലും രൂപയുടെ മൂല്യം കൂടുതലായിരുന്നതിനാൽ ഇന്ത്യക്ക് കുറഞ്ഞ രൂപ നൽകി എണ്ണ വാങ്ങാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് എണ്ണ വില $110 ഒരു ഡോളർ വാങ്ങാൻ നമ്മൾ 95 രൂപക്ക് മുകളിൽ നൽകണം. ഇത് നമ്മുടെ ഇറക്കുമതി ചെലവ് ഇരട്ടിയാക്കി. അന്ന് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ സർക്കാർ വലിയ തോതിൽ സബ്സിഡി നൽകിയിരുന്നു. ഇതിനായി ഓയിൽ ബോണ്ടുകൾ പുറത്തിറക്കി എണ്ണ കമ്പനികൾക്ക് പണം നൽകുകയായിരുന്നു രീതി. ഇത് വിപണിയിലെ പെട്രോൾ ഡീസൽ വില പെട്ടെന്ന് കൂടാതിരിക്കാൻ സഹായിച്ചു. 2008 മുമ്പുള്ള വർഷങ്ങളിൽ ഇന്ത്യയിലേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപം ഒഴുകിയിരുന്നു. ഇത് ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ശക്തമായി നിലനിർത്താൻ സഹായിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആഗോള യുദ്ധഭീതിയും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും കാരണം നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പണം പിൻവലിക്കുന്നത് രൂപയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ചുരുക്കത്തിൽ അന്ന് പ്രശ്നം എണ്ണയുടെ വില മാത്രമായിരുന്നെങ്കിൽ ഇന്ന് എണ്ണ വിലയോടൊപ്പം രൂപയുടെ മൂല്യത്തകർച്ചയും വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റവും എല്ലാം ചേർന്ന ഒരു വൻ പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത്. രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡോളറിന് 95 രൂപക്ക് മുകളിൽ എന്ന നിലയിലെത്തിയിരിക്കുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇത്രയധികം താഴേക്ക് പോകാൻ മുന്നിലുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധ സങ്കീർണത തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതാണ് കറൻസി വിപണിയെ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ലോകത്തെ എണ്ണക്കടത്തിന്റെ 20% നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഏതാണ്ട് അടച്ചുപൂട്ടിയ നിലയിലാണ്. ഇത് ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമായി. ഇന്ത്യ ആവശ്യമായ എണ്ണയുടെ 88% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. എണ്ണവില കൂടുമ്പോൾ അത് വാങ്ങാനായി ഇന്ത്യക്ക് കൂടുതൽ ഡോളർ ചിലവാക്കേണ്ടി വരുന്നു. വിപണിയിൽ ഡോളറിന് ആവശ്യം കൂടുമ്പോൾ സ്വാഭാവികമായും രൂപയുടെ മൂല്യം ഇടിയും. ആഗോള വിപണിയിലെ അനിശ്ചിതത്വം കാരണം വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വൻതോതിൽ പണം പിൻവലിക്കുകയാണ്. ഇവർ പണം പിൻവലിക്കുമ്പോൾ രൂപയെ ഡോളറാക്കി മാറ്റുന്നതാണ് മൂല്യത്തകർച്ചയ്ക്ക് മറ്റൊരു കാരണം. അമേരിക്കയിലെ പണപ്പെരുപ്പവും പലിശ നിരക്കും മറ്റൊരു കാരണമാണ്. അമേരിക്കയിൽ പണപ്പെരുപ്പം 3.7% ഉയരുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഡോളർ കൂടുതൽ കരുത്താർജിച്ചു. ഡോളർ ശക്തമാകുമ്പോൾ രൂപ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിലെ കറൻസികളുടെ മൂല്യം താഴോട്ട് പോകുക സ്വാഭാവികമാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? വിദേശത്ത് നിന്ന് വരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വളം, എണ്ണ തുടങ്ങിയവക്ക് വില കൂടും. വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദേശയാത്ര നടത്തുന്നവർക്കും കൂടുതൽ പണം ചെലവാകും. രൂപയുടെ മൂല്യം ഇടിയുന്നത് വെറും കണക്കുകളിലെ മാറ്റം മാത്രമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ബജറ്റിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. അത് നിത്യജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഒന്ന്, രൂപ ദുർബലമാകുമ്പോൾ എണ്ണ കമ്പനികൾക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ പണം നൽകേണ്ടി വരും. ഇത് പെട്രോൾ, ഡീസൽ വില വർധനവിന് കാരണമാകും. ഇന്ധനവില കൂടിയാൽ സ്വാഭാവികമായും ബസ് ചാർജ്, ഓട്ടോ നിരക്ക്, ചരക്ക് നീക്കത്തിനുള്ള ചെലവ് എന്നിവ വർദ്ധിക്കാനിടവരും. രണ്ടാമത്തേത്, നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും, ഉദാഹരണത്തിന് പാചക എണ്ണ, പരിപ്പ് വർഗ്ഗങ്ങൾ തുടങ്ങിയവയിൽ ഏറിയ പങ്കും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണ്. ട്രക്കുകളുടെ വാടക കൂടുന്നതും ഇറക്കുമതി ചെലവ് കൂടുന്നതും കാരണം പച്ചക്കറി മുതൽ മറ്റ് ചരക്ക് സാധനങ്ങൾക്ക് വരെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, TV, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയുടെ വില വർദ്ധിക്കാനിടയുണ്ട്. ഇവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ചിപ്പുകളും മറ്റ് ഘടകങ്ങളും വിദേശത്ത് നിന്ന് ഡോളർ നൽകി വാങ്ങുന്നവയാണ്. നിലവിൽ ഇവയൊക്കെ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ചെലവേറിയതാകുമെന്ന് ഉറപ്പാണ്. നമ്മുടെ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വലിയൊരു ഭാഗം ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ്. രൂപയുടെ മൂല്യം കുറയുന്നത് ജീവൻ രക്ഷാ മരുന്നുകളുടെ ഉൾപ്പെടെ വില വർദ്ധിക്കാനിടയാക്കും. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ ഉയർത്താൻ സാധ്യതയുണ്ട്. ഇത് നിലവിലുള്ള ഭവന വായ്പകൾ, വാഹന വായ്പകൾ എന്നിവയുടെ പ്രതിമാസ തിരിച്ചടവ് വർദ്ധിക്കാൻ കാരണമായേക്കാം. ഗൾഫിലും മറ്റ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ
അവർക്ക് മുൻപത്തേക്കാൾ കൂടുതൽ രൂപ ലഭിക്കും. ഇത് പ്രവാസി കുടുംബങ്ങൾക്ക് ഈ പ്രതിസന്ധിയെ നേരിടാൻ ഒരു പരിധിവരെ ഗുണം ചെയ്യും. ചുരുക്കത്തിൽ വരും മാസങ്ങളിൽ ചെറിയ തോതിലെങ്കിലും സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. അനാവശ്യമായ ആഡംബര ചെലവുകൾ കുറയ്ക്കാനും സേവിങ്സ് വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നത് ഇത്തരമൊരു വിപണി സാഹചര്യത്തിൽ വളരെ ഗുണകരമാവും.